ഒരാഴ്ച മുൻപ് വരെ കേരളം കടുത്ത ചൂടിൽ വെന്തുരുകുന്ന കാഴ്ചയായിരുന്നുവെങ്കിൽ നാടെങ്ങും ഇപ്പോൾ പെരുമഴയിൽ വലയുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ പെയ്യുന്ന മഴ കണ്ടാൽ ഭയക്കും. കാലവർഷം ഇങ്ങ് എത്തിയിട്ടില്ല, പക്ഷെ അതിനു മുൻപ് തന്നെ കേരളം മഴവെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ദിവസങ്ങളോളമായി തകർത്ത് പെയ്യുകയാണ് വൻമഴ. മിക്കവാറും എല്ലാ ജില്ലകളിലും കാണുന്നതാകട്ടെ റെഡ് അലർട്ടും. തീരപ്രദേശമെന്നോ മലയോര മേഖലയെന്നോ ഇല്ലാതെ പെയ്തൊഴിയുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിൽ മൂടി. വേനൽ മഴ ഏറ്റവും ശക്തിയിലുണ്ടാകുമ്പോഴും കേരളത്തിനാകെ ലഭിക്കേണ്ട മഴ 137.5 മില്ലിമീറ്റർ ആണെങ്കിൽ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് 274.7 മില്ലിമീറ്റർ മഴയാണ് ഉണ്ടായത്. അധികമായി വെള്ളം വന്നതിന്റെ പ്രധാന കാരണം ഇതെന്നാണ് മന്ത്രി കെ രാജനും പറഞ്ഞത്. ഇതുവരെയുള്ള കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. മെയ് മാസത്തിലാകെ 143.6 മില്ലിമീറ്റർ മഴയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ 358.8 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. താരതമ്യേന നോക്കിയാൽ കുറവ് മഴ പെയ്തത് വയനാട്ടിലും. മഴയുടെ വന്യത മുഴുവൻ കേരളം അനുഭവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 2018ഉം 2019ഉം. വീണ്ടും ആവർത്തിക്കുമോ 2018 എന്ന പേമാരിക്കാലം? ഓറഞ്ച് അലേർട്ട് നിലനിന്നിരുന്ന തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം മഴ ശക്തി പ്രാപിച്ചു. 8 മണിവരെ നിർത്താതെ മഴ പെയ്തു. മിക്കയിടങ്ങളും വെള്ളത്തിനടിയിലായി. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് തൃശൂർ നഗരത്തിലാണ്. നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും വെള്ളത്തിനടിയിലും. ഏകദേശം 150 വീടുകളിലേക്കാണ് വെള്ളം ഇരച്ചു കയറിയത്. നാശനഷ്ടത്തിന്റെ നേർക്കാഴ്ച കാണണമെങ്കിൽ തൃശൂരിലെ അശ്വനി ആശുപത്രിയിലേക്ക് പോകണം. 3 ദിക്കിൽ നിന്ന് വെള്ളം കുമിഞ്ഞുകൂടിയതോടെ ആശുപത്രിയുടെ ഗ്രൗണ്ട് ഫ്ലോർ വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഉപകരണങ്ങളും 5ഓളം രോഗികളെയും ഉടൻ തന്നെ മാറ്റിപ്പാർപ്പിച്ചു. നഗരം ഇത്രയധികം വെള്ളക്കെട്ടിലേക്ക് പോകാൻ കാരണം നഗരത്തിലെ പ്രധാനപ്പെട്ട തോടുകളും മറ്റു ഓടകളുമെല്ലാം പ്ലാസ്റ്റിക് വീണ് മൂടിക്കിടക്കുകയായിരുന്നു. അത് ശുദ്ധീകരിക്കണമെന്ന് അറിയിച്ചെങ്കിലും കോർപ്പറേഷൻ വേണ്ടത്ര നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നാണ് ആക്ഷേപവും. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ മഴ പെയ്തപ്പോൾ തന്നെ നഗരമൊട്ടാകെ വെള്ളത്തിൽ മുങ്ങി. 100-ലധികം വാഹനങ്ങളും വെള്ളത്തിനടിയിലായി. തൃശൂർ കോർപ്പറേഷന്റെ അലംഭാവം മൂലമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉയരാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷവും രംഗത്തെത്തി. പ്രതിപക്ഷം തൃശൂർ കോർപ്പറേഷനിലേക്ക് പായലുമായിട്ടാണ് എത്തിയത്. പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം വിജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ അടഞ്ഞുകിടന്ന എല്ലാ തോടുകളും ശുചിയാക്കാൻ നടപടി ആരംഭിച്ചു. പിന്നീട് ഏറെക്കുറെ എല്ലാ പായലും ഉടൻ തന്നെ നീക്കവും ചെയ്തു. സമാനമായ രീതി തന്നെയായിരുന്നു കൊച്ചി നഗരത്തിന്റെയും അവസ്ഥ. ഒരു വൈകുന്നേരം 4:30 പെയ്തു തുടങ്ങിയ പേമാരി അങ്ങനെ അങ്ങ് നീണ്ടു നിന്നപ്പോൾ മുങ്ങിപ്പോയത് കൊച്ചി നഗരം തന്നെയാണ്. കടവന്ത്ര, പനമ്പിള്ളി നഗർ, MG റോഡ്, KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് പുറമെ എങ്ങും എത്താത്ത രീതിയിൽ ഗതാഗത കുരുക്കുമുണ്ടായി. IT കമ്പനിയായ കാക്കനാട് ഇൻഫോ പാർക്കിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഇൻഫോ പാർക്കിലെ IT കമ്പനികളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. കൊച്ചി കോർപ്പറേഷൻ പരിധി മാത്രമല്ല, മരട്, കുണ്ടന്നൂർ, തൃപ്പൂണിത്തുറ തുടങ്ങിയ സ്ഥലങ്ങളും മഴയിലകപ്പെട്ടു. കൊച്ചിയിലും മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല എന്നാരോപിച്ച് ഇവിടെയും പ്രതിപക്ഷം രംഗത്ത് വന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നതനുസരിച്ച്
ഈ മാസം അവസാനത്തോടെ കാലവർഷം കേരളത്തിലെത്തുമെന്നാണ്. ആയതിനാൽ കാലവർഷം എത്തുമ്പോൾ കൊച്ചിയിൽ അത് ഏത് രീതിയിലാകും ബാധിക്കുക എന്നതാണ് പ്രദേശവാസികൾ എല്ലാവരും ഉന്നയിക്കുന്ന ചോദ്യം. എന്നാൽ വേനൽ മഴ ഇത്രയധികം പെയ്തിട്ടും ജലവൈദ്യുത പദ്ധതികളിലെ അണക്കെട്ടുകളിൽ നീരൊഴുക്ക് കൂടിയിട്ടില്ല. ഇടുക്കി അണക്കെട്ടിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ ജലനിരപ്പ് കുറയുകയാണ് ചെയ്തത്. ഇടുക്കിയിലെ കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം രാവിലെ 7-നുള്ള ജലനിരപ്പ് 2333.72 അടിയാണ്. അതായത് തൊട്ട് മുൻപത്തെ ദിവസത്തേക്കാൾ നേരിയ കുറവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ തകർത്ത് പെയ്യുന്ന മഴ കാണുമ്പോൾ ഈ ദുരിതപ്പെയ്ത്തിന്റെ ഇരയാകുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ: 2018 ആവർത്തിക്കാതിരിക്കട്ടെ എന്ന്.